മിസ്സേ ഒന്നും കേക്കുന്നില്ല. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon, madam. Good afternoon, madam. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good കുറച്ച് ദിവസമല്ലേ നമ്മൾ സുഖാണ് എല്ലാവർക്കും? സുഖം മാം. ഓക്കെ. സുഖമാണ് മാം. ഫസ്റ്റ് ചാപ്റ്റേഴ്സ് വായിച്ചു നോക്കിയാ? ചാപ്റ്റർ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കി. Yes, ma'am. വായിച്ചു നോക്കൂ. ഓക്കെ, റിവൈസ് ചെയ്യാമൊന്ന്. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം ആൻസർ പറയാട്ടാ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചോദിക്കുന്ന ആള് മാത്രം ആൻസർ പറയാം. ഹോസ്പൈസിന്റെ മലയാളം മീനിങ് എന്തായിരുന്നു? സൂര്യ ജിഷ്. ഹോസ്പൈസിന്റെ മലയാളം മീനിങ് സൂര്യ. ചോദിക്കുന്ന ആള് മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ആർക്കും. സൂര്യ ജിഷ്. ഹോസ്പൈസിന്റെ മലയാളം മീനിങ്. സൂര്യല്ലേ ഓണാക്കി വെച്ചിട്ട് പോയാ? സോണിയ പറഞ്ഞു. സോണിയ ആന്റണി. കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന സ്ഥലം. വെരി ഗുഡ്. പിന്നെ ലാറ്റിൻ നൗണായ ഹോസ്പസിന് 3 വേർഡ് മീനിങ്ങുകളാണ് പറഞ്ഞത്. അതേതൊക്കെയാണ്? ജോയൽ എന്ന് പറഞ്ഞേ. എന്നാ മാഡം കേട്ടില്ല. ലാറ്റിൻ നൗണായ ഹോസ്പസിന് നമ്മള് വേർഡ് മീനിങ് 3 എണ്ണം പറഞ്ഞില്ലേ? അതിന്റെ ഞാൻ ഫസ്റ്റ് ക്ലാസ് ആണോ? ഓക്കെ. ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞേ. ശ്രീലക്ഷ്മി മിഥുൻ. ലാറ്റിൻ നൗണായ ഹോസ്പസിന്റെ വേർഡ് മീനിങ്സ് നമ്മള് 3 മീനിങ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞോ. ഗസ്റ്റ് ഓർ വിസിറ്റർ. പിന്നെ ഗസ്റ്റ് ഓർ വിസിറ്റർ. പേടിക്കേണ്ട, മനസ്സിലാക്കി. എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ്. പിന്നെ കൂടി പറഞ്ഞല്ലോ നമ്മള്. Entertainment guest or visitor. പിന്നെ അടുത്തത് റിസീവ് ചെയ്യുന്ന ഒരു പ്ലേസ്. നമ്മുടെ വിസിറ്റർ റിസീവ് ചെയ്യുന്ന പ്ലേസ്. ഓക്കെ. ഇനി ഹോസ്പിറ്റലിന്റെ ഒരു ഡെഫിനിഷൻ. ഹോസ്പിറ്റലിനെ കുറിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ മതി. അമൃത ഉണ്ടാ? രാഗി ഒന്ന് പറഞ്ഞേ. രാഗി. ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. ആരെയും വിളിച്ചത് പറയണില്ലല്ലോ, കേൾക്കണില്ലല്ലോ ആർക്കും. ഇൻസ്റ്റിറ്റ്യൂഷനാണ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. പറഞ്ഞോ. ശരിയാ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. രോഗബാധിതർക്കും ഇൻജോർഡ് പേഷ്യൻസ്. രോഗബാധിതർക്കും പരിക്കേറ്റവർക്കും. നീ നമ്മൾ ഹിസ്റ്ററിയിൽ ഏതൊക്കെയാണ് പഠിച്ചത്? ഹിസ്റ്ററിയില് മെസപ്പൊട്ടോമിയ ആൻഡ് ഗ്രീക്ക് ഹോസ്പിറ്റൽ. ഇനി മെസപ്പൊട്ടോമിയയിൽ എന്നിട്ട് പറഞ്ഞത് നമ്മള് മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽ പറഞ്ഞോ.
പറഞ്ഞു, ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. Medicine as organized being first appeared 14 years of 4,000 years ago, region first of appeared in South Asia Mesopotamia. known as Mesopotamia Homonis Code. Hammurabi's സൗത്ത് code. വെസ്റ്റ് ഏഷ്യയിലെ ഒരു പുരാതന നഗരം മെസപ്പൊട്ടേമിയയിലാണ് ഫസ്റ്റ് മെഡിസിൻ പ്രത്യക്ഷപ്പെട്ടത്. ഓക്കെ. പിന്നെ ബാബിലോണിലെ ഒരു ഏൻഷ്യന്റ് നഗരം സുമേറില് ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. Hammurabi's code. ഹമ്മുറാബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ രാജാവായിരുന്നു ഹമ്മുറാബി. ഓക്കെ. ഇനി ഹമ്മുറാബിസ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ അവർ ഫോളോ ചെയ്യേണ്ടത്. എല്ലാവരും നോക്കിയിട്ടുണ്ടല്ലോ നന്നായിട്ട്. മനസ്സിലാവുന്നില്ല എടുക്കണത്? Yes, ma'am. മനസ്സിലാവുന്നുണ്ട്. ഞാൻ നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ മ്യൂട്ട് ചെയ്യാൻ പോണേന്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ. Okay, ma'am. Okay, ma'am. അപ്പൊ നമ്മള് സെക്കൻഡ് ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ആണ് നോക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് 2 ഹോസ്പിറ്റലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഗ്രീക്കും മെസപ്പൊട്ടോമിയ ഹോസ്പിറ്റലുകളെ കുറിച്ച് പറഞ്ഞു. ഇനി തേർഡ് വൺ ആണ് റോമൻ ഹോസ്പിറ്റൽ. ഏതാണ് തേർഡ് വൺ? റോമൻ ഹോസ്പിറ്റൽ. By 1st century BC, the Roman was the first to make institutional care of sick and injured. Military and slave hospital existed then. എന്താണ് റോമൻ ഹോസ്പിറ്റൽ? എന്താണ്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 1st century BC ആണ്. അവിടെ എന്താണ് രോഗികൾക്ക് അല്ലെങ്കിൽ രോഗബാധിതർക്കോ അല്ലെങ്കിൽ ഇൻജുവേർഡ് പീപ്പിൾസിനോ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണമെന്നൊരു കോൺസെപ്റ്റ് റോമൻ ഹോസ്പിറ്റലുകളിൽ വന്നു. അതായത് എന്താണ്, ഒരു കെട്ടിടം, രോഗികളെ ചികിത്സിക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന കോൺസെപ്റ്റ് ആണ് റോമൻ ഹോസ്പിറ്റലുകൾ കൊണ്ടുവന്നത്. മെസപ്പൊട്ടോമിയയിലും ഗ്രീക്കിലും എന്തായിരുന്നു? റിലീജിയസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ആയിരുന്നു അവർ കൊടുത്തിരുന്നത്. പക്ഷേ റോമൻ ഹോസ്പിറ്റലുകളായപ്പോ അവിടെ കൊണ്ടുവന്ന കോൺസെപ്റ്റ് എന്തായിരുന്നു? ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഈ റോമൻ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി എന്താണ്? മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റഡ് ദെൻ. എന്താണ് മിലിറ്ററി? എന്താണ് മിലിറ്ററി? മിലിറ്ററി അറിയാൻ പറ്റുമല്ലോ. മിലിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? സൈനികൻ അല്ലെങ്കിൽ ആർമികൾക്ക് വേണ്ട ഹോസ്പിറ്റലും. സ്ലേവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലേവ് പട്ടാളം. ശരിയാണ് കേട്ടാ, പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലും. സ്ലേവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലേവ് അടിമ. ശരിയാണ് നൗഷാദ, വെരി കറക്റ്റ്. അപ്പൊ എന്താണ്, പട്ടാളക്കാർക്കും അടിമകൾക്കും വേണ്ടി ഹോസ്പിറ്റലുകൾ എക്സിസ്റ്റ് ആയി. അപ്പൊ എന്താണ്, റോമൻ ഹോസ്പിറ്റലുകളില് എന്തൊക്കെ വന്നു? അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 1st century BC ആണ്. പിന്നെ എന്താ പറഞ്ഞത്? രോഗികൾക്ക് അല്ലെങ്കിൽ ഇൻജുവേർഡ് പീപ്പിൾസിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണമെന്നൊരു കോൺസെപ്റ്റ് അവർ കൊണ്ടുവന്നു. പിന്നീട് അവരെന്ത് കൊണ്ടുവന്നു? മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ, അടിമകൾക്കും അതുപോലെ ആർമികൾക്കും വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലുകൾ എക്സിസ്റ്റ് ആയി. ഓക്കെ ആണോ? അത് ഇനി റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താ പറയുന്നത്? അറബിക് ഹോസ്പിറ്റൽ. 4ാമത്തെ ഹോസ്പിറ്റലാണ് അറബിക് ഹോസ്പിറ്റൽ. The Roman military hospitals and the few Christian hospitals were no match for the number, organization, excellence of the Arabic hospital. എന്താണ് എക്സലൻസ് എന്ന് പറഞ്ഞാല്? എക്സലൻസ് അതിന്റെ മീനിങ് എന്താ? എക്സലൻസ് മികവ്. ശരിയാണ് പൂജ, കറക്റ്റ്. അപ്പൊ എന്താണ് എക്സലൻസ് എന്ന് പറഞ്ഞാല്? മികവ് എന്നാണ് അർത്ഥം. അറിയാത്തവര് നോട്ട് ചെയ്യണോട്ടാ. അപ്പൊ എന്താണ്, അറബിക് ഹോസ്പിറ്റലുകളുടെ സമയത്ത് റോമൻ മിലിറ്ററി ഹോസ്പിറ്റലും കുറച്ച് ക്രിസ്ത്യൻ ഹോസ്പിറ്റലും ഉണ്ടായിരുന്നു. അവിടെ എന്താണ് ഉണ്ടായിരുന്നത്? റോമൻ മിലിറ്ററി ഹോസ്പിറ്റലും കുറച്ച് ക്രിസ്ത്യൻ ഹോസ്പിറ്റലും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ നമ്പറിനോടോ ഓർഗനൈസേഷനോടോ എക്സലൻസ് മികവിനോടോ
താരതമ്യപ്പെടുത്താൻ പറ്റാത്തതായിരുന്നു അറബിക് ഹോസ്പിറ്റൽ. കാരണം എന്തായിരുന്നു? അറബിക് ഹോസ്പിറ്റൽ അത്രയും ഇവരെ കാട്ടിലും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ എന്താണ്, ഈ മിലിറ്ററി ഹോസ്പിറ്റലുകളായാലും ക്രിസ്ത്യൻ ഹോസ്പിറ്റലിന്റെ നമ്പറിനോടായാലും ഓർഗനൈസേഷനോടായാലും എക്സലൻസ് മികവിനോടായാലും അറബിക് ഹോസ്പിറ്റല് താരതമ്യപ്പെടുത്താൻ കഴിയാത്തതായിരുന്നു. കാരണം എന്തായിരുന്നു? അറബിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത്രയും ടോപ്പ് പൊസിഷനിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട്. ഓക്കെ ആണോ? ഓക്കെ. അറബിക് ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാല് റോമൻ മിലിറ്ററി ഹോസ്പിറ്റലും എന്താണ് ക്രിസ്ത്യൻ ഹോസ്പിറ്റലും ഉണ്ടായിരുന്നു അറബിക് ഹോസ്പിറ്റലിന്റെ കാലത്ത്. അപ്പോ ഈ റോമൻ ഹോസ്പിറ്റലിന്റെ നമ്പറിനോടോ അല്ലെങ്കിൽ ഈ രണ്ട് ഹോസ്പിറ്റലിന്റെ നമ്പറിനോടോ ഓർഗനൈസേഷനോടോ എക്സലൻസ് മികവിനോടോ താരതമ്യപ്പെടുത്താൻ കഴിയാത്തതായിരുന്നു അറബിക് ഹോസ്പിറ്റൽ. കാരണം അറബിക് ഹോസ്പിറ്റല് അത്രയും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ആ പീരീഡിൽ. ഓക്കെ. ഇനി അഞ്ചാമത്തെ ഹോസ്പിറ്റലാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ. ഏതാണ് റോമൻ ഹോസ്പിറ്റൽ? ഒന്നുകൂടെ പറയണോ? ഓക്കെ. റോമൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് സെഞ്ച്വറി BC-യിലാണ്. ഫസ്റ്റ് സെഞ്ച്വറി BC-യിലാണ് അത് വന്നിരിക്കുന്നത്. എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ, രോഗികൾക്ക് അല്ലെങ്കിൽ ഇൻജുവേർഡ് പീപ്പിൾസിന്, മുറിവേറ്റവർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണമെന്നൊരു കോൺസെപ്റ്റ് ആണ് അവർ കൊണ്ടുവന്നത്. ഒരു കെട്ടിടം വേണം, അവർക്ക് രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് ഒരു കെട്ടിടം വേണമെന്നൊരു കോൺസെപ്റ്റ് അവർ കൊണ്ടുവന്നു. പിന്നീട് മിലിറ്ററി ഹോസ്പിറ്റലും അതുപോലെ സ്ലേവ് ഹോസ്പിറ്റലും എക്സിസ്റ്റ് ആയി ആ ടൈമിൽ. ഓക്കെ. ഇനി അടുത്തതാണ് അഞ്ചാമത്തെ ആണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഷോസ് ദാറ്റ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽസ് were built in India by 600 BC. അപ്പൊ എന്താണ്? ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് പറയുന്നത് പ്രകാരം എഫിഷ്യന്റ് ഹോസ്പിറ്റല് സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വന്നിരിക്കുന്നത് ഏത് പീരീഡിലാണ്? 600 BC-യിലാണ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽ വന്നിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. During the Gorgeous reign of King Ashoka. കിങ് അശോകയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 273 to 232 BC. കിങ് അശോകയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 273 to 232 BC ആണ്. ഇന്ത്യൻ ഹോസ്പിറ്റൽ started to look like modern hospital. എന്താണ്? ആ കിങ് അശോകയുടെ കാലഘട്ടത്തുണ്ടായിരുന്ന ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്തായിട്ട് മാറി? പിന്നീട് മോഡേൺ ഹോസ്പിറ്റലിന്റെ കൺസെപ്റ്റുകളിലേക്ക് വന്നു. They followed principle of sanitation and cesarean section were operated. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും അതിന്റെ മീനിങ്? എന്തായിരിക്കും? ശുചീകരണം. പൂജ കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്? ശുചീകരണ തത്വങ്ങൾ അല്ലെങ്കിൽ ശുചിത്വ തത്വങ്ങൾ. അറിയാത്തവര് നോട്ട് ചെയ്യണേ. പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ മീൻസ് ശുചിത്വ തത്വങ്ങൾ. അപ്പൊ സിസേറിയൻ സെക്ഷൻ എന്തായിരിക്കും? സിസേറിയൻ സെക്ഷൻ അറിയാൻ പറ്റുമല്ലോ. സിസേറിയൻ ഓപ്പറേഷൻ അല്ലെ? ഇപ്പൊ നോർമൽ ഡെലിവറി അല്ലാതെ കുഞ്ഞുങ്ങളെ ഓപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഈ പ്രോസസ്സിനെയാണ് സിസേറിയൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ അല്ലെ? കുഞ്ഞുങ്ങളെ തന്നെയല്ല, എന്ത് ചെയ്യും അല്ലെ? സർജറി എന്ന് പറയണം നമുക്ക്. ഓപ്പറേഷൻ. സിസേറിയൻ സെക്ഷൻ ആവുമ്പോ എന്തെന്ന് പറയും അല്ലെ? കുഞ്ഞുങ്ങളെ ഡെലിവറി നോർമൽ ആവാതെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തെടുക്കുന്നു? ഓപ്പറേഷൻ വഴി എടുക്കുന്നു. സിസേറിയൻ സെക്ഷൻ. ഓക്കെ. അപ്പൊ എന്താണ്? ആ കാലഘട്ടത്തെ എന്തൊക്കെ അവർ ഫോളോ ചെയ്തിരുന്നു? പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ, ശുചിത്വ തത്വങ്ങളും അതുപോലെ സി സെക്ഷൻ ഓപ്പറേഷൻ സെക്ഷനുകളും അവർ ഫോളോ ചെയ്തിരുന്നു. ഓക്കെ. ഇനി ഫിസിഷ്യൻസ്. ഫിസിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഫിസിഷ്യൻസ് ആരാ? ഫിസിഷ്യൻസ് ഡോക്ടർ. വെരി ഗുഡ്. അപ്പൊ ഫിസിഷ്യൻസ് എന്ന് പറഞ്ഞാല് ഡോക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഫിസിഷ്യൻസ് were appointed one for every 10 villages to serve the health care needs of the population. എന്താണ് പറയണത്?
എന്താണ് 10 വില്ലേജേഴ്സിന് ഒരു ഡോക്ടർ എന്ന നിലയിലാണ് ഡോക്ടേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ. എന്താണ്, പൊതുജനങ്ങൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് വില്ലേജില് 10 വില്ലേജില് ഒരു ഡോക്ടർ എന്ന കൺസെപ്റ്റിലാണ് ഡോക്ടേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ infirm and the destitute were built by Buddha. എന്താണ്, ബുദ്ധയുടെ കാലഘട്ടത്തിൽ എന്താണ് ഇൻഫേം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫേം മീനിങ് അറിയാമോ? ഇൻഫേം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിയില്ല. എന്താണ്? രോഗികൾ. ഇൻഫേം എന്ന് പറഞ്ഞാല് രോഗികൾ. ഡിസ്റ്റിറ്റ്യൂട്ട് എന്താ? ഡിസ്റ്റിറ്റ്യൂട്ട് അറിയോ? ഡിസ്റ്റിറ്റ്യൂട്ട് എന്താ ഡിസ്റ്റിറ്റ്യൂട്ട്? അറിയില്ല? അനാഥർ. ഡിസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാല് അനാഥർ. അപ്പോ ബുദ്ധയുടെ കാലഘട്ടത്ത് എന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു? രോഗികൾക്കും അനാഥരായവർക്കും വേണ്ടി ഒരു റീജിയണൽ ഹോസ്പിറ്റലുകള് നിർമ്മിച്ചു. റീജിയണൽ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ എന്താ? റീജിയണൽ ഹോസ്പിറ്റൽ പ്രാദേശിക ഹോസ്പിറ്റൽ. അപ്പൊ എന്താണ് ഇന്ത്യൻ ഹോസ്പിറ്റലിൽ പറഞ്ഞത്? നമ്മൾ എന്താണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് പ്രകാരം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് പറയുന്നത് എഫിഷ്യന്റ് ഹോസ്പിറ്റൽ വന്നിരിക്കുന്നത് ഏത് കാലഘട്ടത്താണ്? 600 BC-യിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ കിങ് അശോകയുടെ കാലഘട്ടത്ത് എന്താണ്? കാലഘട്ടം ഏതായിരുന്നു? 273 to 232 BC ആണ് കിങ് അശോകയുടെ കാലഘട്ടം. ഓക്കെ, ആ അശോകയുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു? ഇന്ത്യൻ ഹോസ്പിറ്റൽ മാറി എന്ത് വന്നു? മോഡേൺ ഹോസ്പിറ്റലുകളിലേക്ക് വന്നു. അതുപോലെ അവരെന്തൊക്കെ ഫോളോ ചെയ്തിരുന്നു? പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ, ശുചിത്വ തത്വങ്ങൾ. അതുപോലെ സിസേറിയൻ സെക്ഷൻ, എന്താണ്, ഓപ്പറേഷനുകളിലേക്കും ആ കൺസെപ്റ്റ് ഫോളോ ചെയ്ത് തുടങ്ങി. അതുപോലെ എന്താണ്, ഫിസിഷ്യൻസ് അല്ലെ, ഡോക്ടേഴ്സ് എങ്ങനെയായിരുന്നു അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നത്? 10 വില്ലേജിന് ഒരു ഡോക്ടർ എന്ന കൺസെപ്റ്റിലാണ് ഡോക്ടേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? രോഗികൾക്ക് ബെറ്റർ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന്. ഇനി അടുത്തത് എന്താണ്? ബുദ്ധ എന്താണ് ചെയ്തത്? ബുദ്ധയുടെ കാലഘട്ടത്തിൽ എന്താണ് ചെയ്തത്? റീജിയണൽ ഹോസ്പിറ്റലുകൾ ബിൽഡപ്പ് ചെയ്തു. ആർക്ക് വേണ്ടിയിട്ട്? രോഗികൾക്കും ഇൻഫേം ആൻഡ് ഡിസ്റ്റിറ്റ്യൂട്ട് പീപ്പിൾസിനും വേണ്ടിയിട്ട്. എന്താണ്? രോഗികൾക്കും അനാഥരായ അവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബുദ്ധ റീജിയണൽ ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചു. ഓക്കെ ആണോ? റോമൻ ഹോസ്പിറ്റൽ, അറബിക് ഹോസ്പിറ്റൽ ആൻഡ് ഇന്ത്യൻ ഹോസ്പിറ്റൽ. ഓക്കെ അല്ലേ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയത് 3 ഹോസ്പിറ്റലുകളും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. വായിച്ചു നോക്കിയേ. ഇന്ത്യൻ ഹോസ്പിറ്റൽ ഒന്നുകൂടി പറയാം കേട്ടോ. ഇന്ത്യൻ ഹോസ്പിറ്റലുകൾക്ക് ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്താണ് പറയുന്നത്? ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് പ്രകാരം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡിൽ പറയുന്നത് എഫിഷ്യന്റ് ഹോസ്പിറ്റൽ വന്നിരിക്കുന്നത്
600 BC-യിലാണ്. അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് എഫിഷ്യന്റ് ഹോസ്പിറ്റൽ ബിൽഡപ്പ് ചെയ്തത് 600 BC-യിലാണ്. ഓക്കെ, എല്ലാ ഹോസ്പിറ്റലുകളും ഒന്നുകൂടി പറയാം. ഇനി ഇന്ത്യൻ ഹോസ്പിറ്റലാണ് ഇപ്പൊ മിസ് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ, അത് നോക്കിക്കോ. ഡ്യൂറിംഗ് എന്താണ് കിങ് അശോകയുടെ കാലഘട്ടത്ത് ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്തായിട്ട് മാറി? മോഡേൺ ഹോസ്പിറ്റലുകളിലേക്ക് ആ കോൺസെപ്റ്റിലേക്ക് വന്നു. പിന്നെ അവർ ഫോളോ ചെയ്തിരുന്നത് എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ, ശുചിത്വ തത്വങ്ങളും സിസേറിയൻ സെക്ഷനുകളാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. പിന്നെ ഡോക്ടേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നത് എങ്ങനെയാണ്? 10 വില്ലേജേഴ്സിന് ഒരു ഡോക്ടർ എന്ന കൺസെപ്റ്റിലാണ് ഡോക്ടേഴ്സിനെ അവര് അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? രോഗികൾക്ക് ബെറ്റർ ഹെൽത്ത് കെയർ നൽകുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ബുദ്ധ എന്ത് ചെയ്തു? ബുദ്ധ റീജിയണൽ ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചു അല്ലെ? ആർക്കൊക്കെ വേണ്ടിയിട്ട്? ഇൻഫേം ആൻഡ് ഡിസ്റ്റിറ്റ്യൂട്ട് പീപ്പിൾസിന് വേണ്ടിയിട്ട്. ഇൻഫേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗബാധിതർ അല്ലെങ്കിൽ രോഗിയായ ആളുകൾക്കും അതുപോലെ ഡിസ്റ്റിറ്റ്യൂട്ട് അനാഥർക്കും വേണ്ടി ബുദ്ധ റീജിയണൽ ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചു. ഓക്കെ അല്ലേ? അത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇന്ത്യൻ ഹോസ്പിറ്റൽ ഒക്കെ ആണോ? ഓക്കെ. റോമൻ ഹോസ്പിറ്റൽസ്. അടുത്തത് റോമൻ ഹോസ്പിറ്റലാണ് പറയാൻ പോകുന്നത്. എന്താണ്? 1st century BC ആണ് റോമൻ ഹോസ്പിറ്റലിന്റെ കാലഘട്ടം. എന്താണ് റോമൻ ഹോസ്പിറ്റലിന്റെ കൺസെപ്റ്റ്? എന്തായിരുന്നു? രോഗികൾക്ക് അല്ലെങ്കിൽ രോഗബാധിതർക്ക് അല്ലെങ്കിൽ മുറിവേറ്റവർക്ക്, ഇൻജേർഡ് പീപ്പിൾസിന് എന്ത് വേണമെന്ന കൺസെപ്റ്റ് ആയിരുന്നു? ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണമെന്നൊരു കൺസെപ്റ്റ്. ഒരു കെട്ടിടം വേണം, രോഗികൾക്ക് പരിചരിക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ടിടം വേണമെന്നൊരു കൺസെപ്റ്റിലേക്ക് റോമൻ ഹോസ്പിറ്റൽ വന്നു. അതിനുശേഷം എന്തുണ്ടായി? മിലിറ്ററി ഹോസ്പിറ്റലും അതുപോലെ തന്നെ അനാഥർക്ക് അല്ലെ, അടിമകൾക്ക് സ്ലേവ് ഹോസ്പിറ്റലും അവിടെ എക്സിസ്റ്റ് ആയി. മിലിറ്ററി ഹോസ്പിറ്റലും അതുപോലെ തന്നെ അടിമകളുടെ ഹോസ്പിറ്റലും അവിടെ വന്നു. ഓക്കെ ആണോ റോമൻ ഹോസ്പിറ്റല്? ഓക്കെ. ഇനി അറബിക് ഹോസ്പിറ്റൽ പറയണോ? ഒന്നുകൂടി പറയാം. അറബിക് ഹോസ്പിറ്റൽ എന്താണ്? അറബിക് ഹോസ്പിറ്റലിന്റെ സമയത്ത് റോമൻ മിലിറ്ററി ഹോസ്പിറ്റലും അതുപോലെ ക്രിസ്ത്യൻ ഹോസ്പിറ്റലും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഈ റോമൻ ഹോസ്പിറ്റലിന്റെയും ക്രിസ്ത്യൻ ഹോസ്പിറ്റലിന്റെയും നമ്പറിനോടോ ഓർഗനൈസേഷനോടോ എക്സലൻസിനോടോ മികവിനോടോ ഒന്നും താരതമ്യപ്പെടുത്താനായിട്ട് പറ്റുന്ന ഒന്നല്ലായിരുന്നു അറബിക് ഹോസ്പിറ്റൽ. കാരണം എന്തായിരുന്നു? അറബിക് ഹോസ്പിറ്റല് ഇവരെക്കാളും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു പൊസിഷനിലായിരുന്നുകൊണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക് എടുക്കട്ടെ മിസ്? ഓക്കെ ഓക്കെ ഓക്കെ. ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ്. മിഡിൽ ഏജിന്റെ കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് മിഡിൽ ഏജിന്റെ കാലഘട്ടത്തില് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? 500 to 1500 AD ആണ്. ഹോസ്പിറ്റൽസ് കൺസ്ട്രക്ഷൻസ് ഇൻക്രീസ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജ് ഫോർ ദ ഫോളോയിങ് റീസൺസ്. എന്താണ് പറയുന്നത്? യൂറോപ്പില് ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ഉണ്ടായി. അതിന്റെ കാരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? മിഡിൽ ഏജില് യൂറോപ്പില് ഹോസ്പിറ്റല് കൺസ്ട്രക്ട് ചെയ്യുമല്ലോ, കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന് ഇൻക്രീസ് ഉണ്ടായി. അതിന്റെ 2 കാരണങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് റീസൺ നോക്കാം. പോപ്പ് ഇന്നസെന്റ് III in 1198 advised and pursued wealthy Christians to build a health hospital in every town. എന്താണ് പോപ്പ് എന്ന് പറഞ്ഞാൽ? എന്താ പോപ്പ്? പോപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? പോപ്പ് ഉറങ്ങി എല്ലാവരും? മാർപ്പാപ്പ. ഓക്കെ. ഇനി അഡ്വൈസ് എന്താ? അഡ്വൈസ് എന്താ? നിർദ്ദേശം. പെർസ്യൂഡഡ് എന്താ? പെർസ്യൂഡഡ്. ഓക്കെ ഓക്കെ. ഉപദേശം, നിർദ്ദേശം. ശരിയാണ് ട്ടാ. പെർസ്യൂഡഡ് എന്ന് പറഞ്ഞാൽ എന്താ?
ശരിയാണ്. പ്രോത്സാഹനം. വെൽത്തി ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? വെൽത്തി ക്രിസ്ത്യൻസ് സമ്പന്നർ, റിച്ച് അല്ലെ, റിച്ച് ക്രിസ്ത്യൻസ് അല്ലെ, വെരി ഗുഡ്. അപ്പൊ എന്താണ്? പോപ്പ് ഇന്നസെന്റ് III 1198 വെൽത്തി ക്രിസ്ത്യൻസിന്, സമ്പന്നരായ ക്രിസ്ത്യൻസിന് പ്രോത്സാഹനവും ഉപദേശവും നൽകി. എന്തിനു വേണ്ടിയിട്ട്? ടു ബിൽഡ് ഹോസ്പിറ്റൽ ഇൻ എവറി ടൗൺ. എന്താണ്? ഓരോ ടൗണിലും ഹോസ്പിറ്റലുകള് പടുത്തുയർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൽത്തി ക്രിസ്ത്യൻസിന് ഉപദേശവും പ്രോത്സാഹനവും നൽകി. ആര്? പോപ്പ് ഇന്നസെന്റ് III. ഓക്കെ. അപ്പൊ എന്താണ്? പോപ്പ് ഇന്നസെന്റ് III 1198 സമ്പന്നരായ ക്രിസ്ത്യാനികൾക്ക് ഓരോ ടൗണിലും ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപദേശവും പ്രോത്സാഹനവും നൽകി. ഓക്കെ അല്ലേ? പോയിന്റ് നീ പറയണോ? ഓക്കെ. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. പെർസ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോത്സാഹനം. പെർസ്യൂഡ് മീൻസ് പ്രോത്സാഹനം. ഇനി സെക്കൻഡ് നമുക്ക് നോക്കാം. സെക്കൻഡ് സെന്റൻസ്. ഇൻക്രീസ്ഡ് റവന്യൂസ് were made available from commerce with the Crusaders. Crusaders എന്ന് പറഞ്ഞാൽ എന്താ? Crusaders. വെരി ഗുഡ്. കുരിശ് യുദ്ധക്കാർ. Crusaders means കുരിശ് യുദ്ധക്കാർ. കൊമേഴ്സ് എന്താ? കൊമേഴ്സ് അറിയാൻ പറ്റുള്ളൂ. കൊമേഴ്സ് വാണിജ്യം. വെരി ഗുഡ്. അപ്പൊ എന്താണ്? കുരിശ് യുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിൽ വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. റവന്യൂ എന്ന് പറഞ്ഞാല് വരുമാനം. റവന്യൂ മീൻസ് വരുമാനം. അപ്പൊ എന്താണ് സെക്കൻഡ് പോയിന്റിൽ നമ്മൾ പറയുന്നത്? കുരിശ് യുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തില് വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. In contrast, in Asia and Africa, during the same period, construction of effective and efficient hospitals were pressed forward by rulers and the Crusaders. എന്താണ്? ബൈ റൂളേഴ്സ് ആരായിരിക്കും? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ. ബൈ റൂളേഴ്സ് by the rulers. എന്താ മീനിങ്? എന്തായിരിക്കും? ഭരണവർഗത്തിൽപ്പെട്ടവർ. ശരിയാണ് കേട്ടോ, ഭരണവർഗക്കാർ. അപ്പൊ ബൈ ദ റൂളേഴ്സ് മീൻസ് ഭരണവർഗക്കാർ. ക്രൂസേഡേഴ്സ് പിന്നെ അറിയാലോ. ക്രൂസേഡേഴ്സ് ആരാ? കുരിശ് യുദ്ധക്കാർ. അപ്പൊ എന്താണ്? ഈ സെയിം പീരീഡില് ഏഷ്യയിലും ആഫ്രിക്കയിലെയും ഹോസ്പിറ്റലുകളുടെ കൺസ്ട്രക്ഷൻ ഇഫക്റ്റീവും എഫിഷ്യന്റും ആക്കാനായിട്ട് കുരിശ് യുദ്ധക്കാരും ഭരണവർഗക്കാരും മുൻപോട്ട് വന്നു. പറയാം സെക്കൻഡ് പോയിന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് പോയിന്റ്. അപ്പൊ എന്താണ്? ഇൻ കോൺട്രാസ്റ്റ് ആ പോയിന്റ് ആണ് മിസ് പറയണത്. മിസ്സിനെ തൊണ്ട ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ചുമ കാരണം. അപ്പൊ അതാണ് മിസ് വായിക്കാത്തത് കേട്ടോ. വായല് ഏലാതിട്ടൊക്കെയാണ് ചുമ വരാതിരിക്കാൻ വേണ്ടിട്ട് ഏലാതിട മരുന്ന്. ഓക്കെ അല്ലേ? പറഞ്ഞോട്ടെ മിസ്. ഓക്കെ. അപ്പൊ എന്താണ് ഈ സെയിം പീരീഡിൽ തന്നെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്, ഹോസ്പിറ്റല് പടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ട് കുരിശ് യുദ്ധക്കാരും അതുപോലെ ബൈ ദ റൂളേഴ്സ് എന്താ ഭരണവർഗക്കാരും മുൻപോട്ട് വന്നു. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. ഓക്കെ ആണോ? മീൻസ് ഒന്നുകൂടിയും പറഞ്ഞുതരാം. എന്തൊക്കെയാണ് റീസൺസ്? എന്തൊക്കെ രണ്ട് റീസൺസ് ആണ്? ഫസ്റ്റ് റീസൺസ് ഒന്നുകൂടിയും പറയാം. എന്താണ്? പോപ്പ് ഇന്നസെന്റ് III അദ്ദേഹം എന്ത് ചെയ്തു? 1198 സമ്പന്നരായ ക്രിസ്ത്യാനികൾക്ക് എവറി ടൗണിലും ഹോസ്പിറ്റല് പടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ഉപദേശവും പ്രോത്സാഹനവും നൽകി. അതൊരു റീസൺ ആയിരുന്നു. അതുപോലെ രണ്ടാമത്തെ റീസൺ എന്താ പറഞ്ഞത്? കുരിശുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തില്, കൊമേഴ്സ് എന്ന് പറഞ്ഞാല് വാണിജ്യം, ആ വാണിജ്യത്തില് വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റ് എന്താണ്? ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും അല്ലെ സെയിം പീരീഡില് ഏഷ്യയിലും ആഫ്രിക്കയിലും ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കുരിശുദ്ധക്കാരും ബൈ ദ റൂളേഴ്സ് ഭരണവർഗക്കാരും മുൻപോട്ട് വന്നു. ഓക്കെ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ ടീച്ചർ എടുക്കണത്? ഓക്കെ, നെക്സ്റ്റിലേക്ക് പോയിക്കോട്ടെ. നെക്സ്റ്റ് ആണ് പറയുന്നത് റീനൈൻസൻസ് ഏജ്. റീനൈൻസൻസ് ഏജ് എന്താ? റീനൈൻസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നവോത്ഥാനം. വെരി ഗുഡ്, കറക്റ്റ് ആയിട്ട് പറയണ്ടല്ലോ ഒരു ആൻസർ. അപ്പൊ നവോത്ഥാന കാലഘട്ടമാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോണത്. അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 1500 മുതൽ 1700 AD ആണ്. ഏതാണ് പീരീഡ്? 1500 മുതൽ 1700 AD. The Renaissance period lasted from the 14th to the 16th century. Toward the end of the 15th century, many cities and towns supported some kind of institutional health care. എന്താണ് പറയുന്നത്? റിനൻസൻസിന്റെ ഏജ്, നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത് 1500 മുതൽ 1700 AD ആണ്. അപ്പോ ആ പീരീഡ്, റിനൻസൻസ് പീരീഡ് എന്ന് പറയുന്നത് ഏതായിരുന്നു? 14th to 16th century. Renaissance period is 14th to 16th century. പിന്നെ 15ാമത്തെ സെഞ്ചുറിയുടെ എൻഡില് അല്ലെങ്കിൽ എന്താണ് പറയാ, ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ 15th century അല്ലെ, 15ാമത്തെ സെഞ്ചുറിയുടെ എൻഡില് എന്താണ്? മെനി സിറ്റീസ് ആൻഡ് ടൗൺസ്. സിറ്റി ടൗണിന്റെ അർത്ഥം അറിയാലോ നിങ്ങൾക്ക്? അറിയില്ല അർത്ഥം? പറഞ്ഞുതരണ്ടല്ലോ. സിറ്റീസും ടൗൺസും എന്തിനു വേണ്ടി സപ്പോർട്ട് ചെയ്തു? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് മുൻപോട്ട് വന്നു. അപ്പൊ എന്താണ്? റിനൈസൻസ് ഏജില് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 1500 മുതൽ 1700 വരെയാണ്. പിന്നെ അതിന്റെ പീരീഡ് പറയുന്നുണ്ട് 14th to 16th century ആണ്. 15ാമത്തെ സെഞ്ചുറിയുടെ എൻഡില് ആരൊക്കെ മുൻപോട്ട് വന്നു? ടൗൺസ് ആൻഡ് സിറ്റീസ് മുൻപോട്ട് വന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് മുൻപോട്ട് വന്നു. ഓക്കെ ആണോ? നവോത്ഥാന കാലഘട്ടം ഓക്കെ ആണോ? ഇനി പറയണോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ. ഓക്കെ, പറയാം. റിനൈസൻസ് പീരീഡ് എന്ന് പറഞ്ഞാല് നവോത്ഥാന കാലഘട്ടമാണ്. 1500 മുതൽ 1700 AD ആണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. Renaissance period lasted from the 14th to 16th century. എന്താണ്? 14 to 16th centuries ആണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? 15ാമത്തെ സെഞ്ചുറിയുടെ എൻഡില് മെനി സിറ്റീസ് ആൻഡ് ടൗൺസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ആയിട്ട് മുന്നോട്ട് വന്നു. അതിലങ്ങനെ പഠിക്കാനൊന്നുമില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. എളുപ്പമാണ്. എളുപ്പല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഓക്കെ. ഇനി മോഡേൺ പീരീഡ് പറയാൻ പോണ്ടോ? മോഡേൺ പീരീഡിന്റെ കാലഘട്ടമാണ് എന്ത്? 1750 മുതൽ 1950 AD ആണ് മോഡേൺ പീരീഡിന്റെ കാലഘട്ടം. The first incorporated hospital in America was the Pennsylvania Hospital in Philadelphia. Massive government involvement in healthcare began in 1926 with the return of war heroes from the World War First. എന്താണ് ഇൻകോർപ്പറേറ്റഡിന്റെ അർത്ഥം എന്തെന്നാ? ഇൻകോർപ്പറേറ്റഡ്
സംയോജിതമായ. ഇൻകോപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ സംയോജിതമായ. ശരിയാ? അപ്പോ ഇൻകോപ്പറേറ്റഡ് അർത്ഥം സംയോജിതമായ. ഹോസ്പിറ്റലുകളിൽ നമുക്കറിയാം കുറെ അധികം ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ്സുകളെ കൂട്ടിച്ചേർത്ത് ഒരു ഹോസ്പിറ്റല്, അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽ പല ഡിപ്പാർട്ട്മെന്റ്സുകളും കൂട്ടിച്ചേർക്കുന്നതിനെയാണ് സംയോജിതമായ എന്ന് പറയുന്നത്. അപ്പോ എവിടെയാണ്? അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ആണ് ഫസ്റ്റ് ഇൻകോപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എവിടെയാണ്? ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ. അടിയിൽ വരച്ചോ. പെൻസിൽവാനിയ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ആണ് ഫസ്റ്റ് ഇൻകോപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇനി massive government involvement in health care began in 1926 with the return of war heroes from the World War First. എന്താണ്? ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് വാർ ഹീറോസിന്റെ വരവോട് കൂടിയാണ് ഹെൽത്ത് കെയറില് മാസീവ് വലിയ തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ആര് ഉണ്ടാക്കിയത്? ഗവൺമെന്റ് ഉണ്ടാക്കിയത്. അപ്പൊ എന്താണ്? ഫസ്റ്റ് വേൾഡ് വാറിലെ വാർ ഹീറോസിന്റെ വരവോട് കൂടിയാണ് ഹെൽത്ത് കെയറില് ഒരു വലിയ തോതിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. ഏത് ഇയറില്? 1926. ഓക്കെ. മോഡേൺ പീരീഡിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1750 ടു 1950 AD ആണ്. പിന്നെ ഇൻകോപ്പറേറ്റഡ് ഹോസ്പിറ്റൽ, ഫസ്റ്റ് ഇൻകോപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ആണ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അമേരിക്കയിലെ ഫിലാഡൽഫിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് വേൾഡ് വാറിന്റെ വാർ ഹീറോസിലെ ആളുകളുടെ വരവോട് കൂടിയാണ് ഹെൽത്ത് കെയറിൽ മാസീവ് ഇൻവോൾവ്മെന്റ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. ഏത് പീരീഡില്? 1926. ഓക്കെ. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? ഓക്കെ. ഹോസ്പിറ്റൽ ഇവല്യൂഷൻ. ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവല്യൂഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവല്യൂഷൻ പരിണാമം. വെരി കറക്റ്റ്. പരിണാമം. ഹോസ്പിറ്റൽ ഇവല്യൂഷൻ ഇന്ത്യൻ സിനാരിയോ പ്രീ ഇൻഡിപെൻഡൻസ്. സിനാരിയോ എന്ന് വെച്ചാൽ എന്താ? സിനാരിയോ സംഭവ പരമ്പര. അറിയാത്തവർ എഴുതിച്ചോ. സംഭവ പരമ്പര. പ്രീ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. മക്കളൊന്ന് വായിച്ചു നോക്കട്ടാ. മിസ് ഇപ്പൊ ഇത്തിരി വെള്ളം കുടിക്കട്ടെ കേട്ടാ. ചുമ വരുന്നു. സിനാരിയോ എന്ന് വെച്ചാൽ എന്താ? സംഭവ പരമ്പര. പ്രീ ഇൻഡിപെൻഡൻസ് എന്താ? ഇൻഡിപെൻഡൻസിന് മുമ്പ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത്, provision of institutional care to sick was considered to provisional and spiritual by early rulers. എന്താണ് പ്രൊവിഷണൽ? അതിന്റെ മീനിങ് എന്താ? പ്രൊവിഷണൽ
ആ വെരി ഗുഡ്. ടെമ്പററി ശരിയാണ് കേട്ടോ. അപ്പൊ താൽക്കാലികം, പ്രൊവിഷണലിന്റെ മീനിങ് താൽക്കാലികം. സ്പിരിച്വൽ അറിയാലോ, സ്പിരിച്വൽ നമുക്ക് അറിഞ്ഞൂലേ, പഠിച്ചിട്ടുണ്ടല്ലോ. ആത്മീയം ഒക്കെ പറയാം, ശരിയാണ് കേട്ടോ. അപ്പൊ പ്രൊവിഷണലിന്റെ മീനിങ് താൽക്കാലികവും സ്പിരിച്വല് ആത്മീയമായിട്ടുള്ളത്. ഏർലി ബൈ ഏർലി റൂളേഴ്സ് എന്ന് പറഞ്ഞാല് ആദ്യകാല ഭരണാധികാരികൾ, ആദ്യകാല ഭരണവർഗത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ആദ്യകാല ഭരണാധികാരികൾ. അപ്പൊ ആദ്യകാല ഭരണവർഗത്തിൽപ്പെട്ടവര് രോഗികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് വിചാരിച്ചിരുന്നത്? പ്രൊവിഷണലായും സ്പിരിച്വലായും താൽക്കാലികമായും ആത്മീയമായും കൊടുക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. എങ്ങനെയായിരുന്നു? ആദ്യകാല ഭരണാധികാരികള് ഈ രോഗികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കുന്നതിന് എങ്ങനെയാണ് വിചാരിച്ചിരുന്നത്? പ്രൊവിഷണലായും സ്പിരിച്വലായും ആയിരുന്നു. താൽക്കാലികമായും ആത്മീയമായും കൊടുക്കണമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ആദ്യകാല ഭരണാധികാരികള് രോഗികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കണം. അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് അവർ വിചാരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? പ്രൊവിഷണലായും സ്പിരിച്വലായിട്ടുമായിരുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് അത്രേയ. ഇമ്പോർട്ടന്റ് ആണ്. അത്രേയ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ. നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ. ഫസ്റ്റ് ഇന്ത്യൻ ഡോക്ടർ ആൻഡ് ടീച്ചർ എന്ന് പറഞ്ഞാലും അത്രയ തന്നെ എഴുതണം. ഹു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? അത്രയ. ഓക്കെ ഓക്കെ അല്ലേ? Who lived in the University of തക്ഷശില. അയാൾ ജീവിച്ചിരുന്നത് എവിടെയായിരുന്നു? യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. തക്ഷശില എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടുണ്ടോ? തക്ഷശില അറിയോ ആർക്കെങ്കിലും ആ കൺസെപ്റ്റ്? തക്ഷശിലയുടെ കൺസെപ്റ്റ് എങ്ങനെയാണ്? ഗുരുകുല വിദ്യാഭ്യാസം കേട്ടിട്ടുണ്ടോ? ഗുരുകുല വിദ്യാഭ്യാസം അറിയില്ല? ആർക്കറിയില്ല? ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പറയാം എന്താണ്, ഇപ്പോ പണ്ട് കാലങ്ങളിൽ ഒരു കൺസെപ്റ്റ് ആണ്. ഗുരു ആദ്യം ഇപ്പോ ചിലപ്പോ ഒരു മരത്തിന്റെ കീഴിലിരുന്നൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. ഗുരു ആദ്യം ഒരു ഇതിലിരിക്കും, അത് കഴിഞ്ഞിട്ട് താഴെ എന്താണ് കുട്ടികൾ ഇരുത്തും, എന്നിട്ട് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഗുരുകുല വിദ്യാഭ്യാസം. ചിലപ്പോ മരത്തിന്റെ അടിയിലൊക്കെ ഇരുന്നിട്ടായിരിക്കും അങ്ങനെ പഠിപ്പിക്കുന്നത്. ഗുരു ശിഷ്യനും അങ്ങനെ ഇരുന്നായിരിക്കും അവര് പഠിക്കുന്നത്. ഓക്കെ, ആ കൺസെപ്റ്റ് ആണ് ഗുരുകുല വിദ്യാഭ്യാസം അല്ലെങ്കിൽ തക്ഷശില എന്ന് പറയുന്നത്. അപ്പോ അത്രയ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ആണ്. അപ്പോ ഹു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? അത്രയ. ഓക്കെ, പിന്നെ ജീവിച്ചിരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. ഇനി സുശ്രുത ചരക, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സുശ്രുത എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ കാലഘട്ടം 6th century BC. സുശ്രുതയുടെ കാലഘട്ടം ഏതാണ്? 6th century BC. അതുപോലെ ചരകയുടെ കാലഘട്ടം 200 AD. ഇമ്പോർട്ടന്റ് ആണ്, 200 AD. കാണുന്നില്ലേ? PDF കാണുന്നില്ല ആർക്കും? ഓക്കെ 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 ഓക്കെ. അപ്പോ എന്താണ്? സുശ്രുതയും ചരകയും അത്രയും കൂടിയാണ്, ഈ 3 പേരും കൂടിയാണ് ആയുർവേദം സ്ഥാപിച്ചത്. അത് ഇതിനകത്തില്ല, മിസ് എക്സ്ട്രാ പറഞ്ഞ പോയിന്റ് ആണ് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സുശ്രുതയും ചരാകയും അതുപോലെ എന്താണ് അത്രയും കൂടി ചേർന്നാണ്, ഇവ 3 പേരും കൂടി ചേർന്നാണ് ആയുർവേദം സ്ഥാപിച്ചത്. നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ മിസ്?
നിങ്ങൾക്ക് ഇത് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? പറയട്ടെ. ഓക്കെ. ഫോർത്ത് പോയിന്റ്, സുശ്രുത, ഫാദർ ഓഫ് സർജറി. കേട്ടാ, ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത് എന്താണ്? സുശ്രുതനെയാണ് ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത്. ഒന്നിനും പറയാം, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി എല്ലാം കൂടിയും പറയാം കേട്ടോ. ക്ലിയർ ആവണില്ലേ? എന്താ ക്ലിയർ? നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയിരിക്കും. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ വോയിസ്? ഓക്കെ. ചിലപ്പോ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ ക്ലിയർ ആവാത്തത്. അപ്പോ സുശ്രുത എന്ന് പറഞ്ഞാല് ഫാദർ ഓഫ് സർജറി. ഹു ഇസ് ദ ഫാദർ ഓഫ് സർജറി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്താ ആൻസർ ചെയ്യും? സുശ്രുത എന്ന് എഴുതണം കേട്ടോ. ഓക്കെ. Ancient Indian surgeon known for his outstanding operation and techniques and for his influential dissertation. സുഷുര സംഹിത. അപ്പൊ എന്താണ്? ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത് സുശ്രുതനെയാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് ഈ പേര് അല്ലെങ്കിൽ ഫാദർ ഓഫ് സർജറി എന്ന് പേര് വരാൻ കാരണം എന്താണ്? സർജറിയിൽ അദ്ദേഹം കുറെ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. സർജറി ഫീൽഡിൽ കുറെ അധികം കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഫാദർ ഓഫ് സർജറി എന്ന് പറയാനായിട്ട് കാരണം. ഇനി അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പ്രബന്ധം, അതായത് ഡിസർട്ടേഷൻ എന്ന് പറഞ്ഞാല് പ്രബന്ധം. അറിയാത്തവര് നോട്ട് ചെയ്തോ? ഡിസർട്ടേഷൻ എന്ന് പറഞ്ഞാല് പ്രബന്ധം. പ്രബന്ധത്തിന്റെ പേരെന്താണ്? സുഷുര സംഹിത. അപ്പോ അദ്ദേഹം എന്ന് പറയുന്നത്, ഈ സുശ്രുത എന്ന് പറയുന്നത് ഫാദർ ഓഫ് സർജറി ആണ്. അദ്ദേഹം സർജറി ഫീൽഡില് കുറെ അധികം കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം എഴുതിയിരിക്കുന്ന പ്രബന്ധമാണ് സുഷുര സംഹിത. The main origin of knowledge about surgery in ancient India. പുരാതന ഇന്ത്യയിലെ സർജറിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ സംഹിതയില് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്നെ മനസ്സിലായില്ലേ? പുരാതന ഇന്ത്യയിലെ സർജറിയെ കുറിച്ചുള്ള എല്ലാ നോളജും ഇദ്ദേഹത്തിന്റെ ഈ പ്രബന്ധത്തില് ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ? ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് പോയിന്റ് ആണ് ചരക. Saraka was one of the main contributors of Ayurveda. എന്താണ്? ഇമ്പോർട്ടന്റ് ആണ് അത്, അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. ചരക എന്ന് പറയുന്നത് മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ആയുർവേദയാണ്. A system of medicines and lifestyle developed in ancient India. എന്താണ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാല്? എന്താണ് സിസ്റ്റം ഓഫ് മെഡിസിൻ? അറിയോ? ചികിത്സാ സമ്പ്രദായം. സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാല് ചികിത്സാ സമ്പ്രദായം. ലൈഫ് സ്റ്റൈൽ അറിയൂലേ? ലൈഫ് സ്റ്റൈലിന്റെ മീൻസ് പറയണ്ടല്ലോ. എന്താണ്? ജീവിതശൈലി അല്ലെങ്കിൽ ജീവിത രീതി. അപ്പോ പുരാതന ഇന്ത്യയില് ഈ ആയുർവേദത്തിന്റെ ഈ പീരീഡ് വന്നപ്പോ എന്താണ്? സിസ്റ്റം ഓഫ് മെഡിസിനും അതുപോലെ ലൈഫ് സ്റ്റൈലിലും ഡെവലപ്മെന്റ്സ് ഉണ്ടായിരുന്നു. ചരക എന്ന് പറയുന്നത് മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ആയുർവേദയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഹു ഇസ് ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ആയുർവേദ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ചരക. ഇനി he is known as editor of medical treatises
നെയ്മഡ് ചരക സംഹിത എന്താണ്? സുശ്രുതയെ പോലെയും ഒരു പ്രബന്ധം ഇദ്ദേഹവും എഴുതിയിട്ടുണ്ട്. അതേതാണ്? ചരക സംഹിത. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വരച്ചു വെക്കണേ, അടിയിൽ വരച്ച് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോ സുശ്രുതയുടെ പ്രബന്ധത്തിന് പറയുന്നത് സുഷുര സംഹിത. അതുപോലെ ചരകയുടെ പ്രബന്ധത്തിന് പറയുന്നത് എന്താണ്? ചരക സംഹിത. One of the basic text of classical Indian medicine and Ayurveda. ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ ചരക സംഹിത എന്ന് പറയുന്നത് ഒരു ബേസിക് ടെക്സ്റ്റ് ആണ്. എന്തിന്റെയൊക്കെയാണ്? ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിന്റെയും ആയുർവേദയുടെയും ഒരു ബേസിക് ടെക്സ്റ്റ് ആണ് ചരക സംഹിത. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? അപ്പൊ എന്താണ്? ചരക എന്ന് പറഞ്ഞാല് മെയിൻ കോൺട്രിബ്യൂട്ടർ ഓഫ് ആയുർവേദയാണ്. അദ്ദേഹം എന്താണ്? ഒരു ഡിസർട്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രബന്ധം അദ്ദേഹം സുശ്രുതയെ പോലെ തന്നെ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ചരക സംഹിത. ഇതെന്താണ്? ഒരു ബേസിക് ടെക്സ്റ്റ് ആണ് എന്തിന്റെയൊക്കെ? ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിന്റെയും ആയുർവേദയുടെയും. ഓക്കെ ഓക്കെ അല്ലേ? സംശയങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ. ഇനി എന്താണ് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. 6 തുടങ്ങി 9th പോയിന്റ് വരെ നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റുകളാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളൂ. 6th പോയിന്റ്, ക്യാൻ ബി ട്രാക്ട് ബാക്ക് ടു ബുദ്ധ ആൻഡ് അശോക. ബുദ്ധയുടെയും അശോകയുടെയും കാലഘട്ടം ഏതാണ് കൊടുത്തിരിക്കുന്നത്? 273 to 232 AD ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഡ്യൂറിങ് അശോകാസ് റെയിൻ എന്താണ്? അശോകയുടെ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്തിരുന്നെന്ന് പഠിച്ചല്ലേ? സോറി കേട്ടോ, എനിക്ക് പെട്ടെന്ന് ചുമ വരണേ, അതുകൊണ്ടാണ്. അതാണ് ആരെങ്കിലും ഒരാളൊന്ന് വായിക്കോ? മിസ്സിനെ വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. വായിക്കോ ആരെങ്കിലും ഒരാളൊന്ന്? During Ashoka's reign, principles of hygiene were followed and C-sections were performed. എന്താണ്? എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ? അതായത് സാനിറ്റേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ? പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ. പിന്നെന്താണ്? സിസേറിയൻ സെക്ഷനും അവിടെ ഫോളോ ചെയ്തിരുന്നു. ഓക്കെ ആണോ അത്? ഓക്കെ. ഇനി അടുത്തത് വായിച്ചു. Regional hospitals for the infirm and destitute were built by the Buddhas. എന്താ പറയണത്? അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേ. ബുദ്ധയുടെ കാലഘട്ടത്തിൽ ആർക്കൊക്കെയാണ് റീജിയണൽ ഹോസ്പിറ്റല് ബിൽഡപ്പ് ചെയ്തത്? സൗണ്ട് കൂടും. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് ഒന്ന് വായിച്ചേ. അടുത്ത പോയിന്റ് ഒന്ന് വായിച്ചേ. Akbar's period Unani medicine. എന്താണ് യുനാനി? കേട്ടിട്ടുണ്ടോ യുനാനി മെഡിസിൻ? യുനാനി എന്ന് പറഞ്ഞാൽ എന്താ? യുനാനി ചികിത്സനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യുനാനി ചികിത്സനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മിസ് പറഞ്ഞുതരാട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. യുനാനി മെഡിസിൻ എന്ന് പറഞ്ഞാല് എന്താണ്? ഗ്രീക്കിൽ നിന്ന് വന്ന ഒരു ചികിത്സയാണ്. ഗ്രീക്കിൽ നിന്ന് വന്നതാണ്. അതായത് കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഈ ചികിത്സ നടത്തുന്നുണ്ട്. പ്രകൃതിദത്തമായ ചികിത്സയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പഴച്ചാറ്, ഇലച്ചാറൊക്കെ യൂസ് ചെയ്താണ് ഇവര് മെഡിസിൻ കൊടുക്കുന്നത് ആളുകൾക്ക്. ഓക്കെ ആണോ? യുനാനി മെഡിസിൻ എന്ന് പറഞ്ഞാല് ഒരു മിനിറ്റ് വെള്ളം കുടിക്കട്ടെ കേട്ടോ.
ഹലോ, ഓക്കെ അല്ലേ? യുനാനി മെഡിസിൻ എന്ന് പറഞ്ഞാലേ ഗ്രീക്കിൽ നിന്ന് വന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ഇത് പ്രകൃതിദത്തമായ ചികിത്സയാണ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പഴച്ചാറ്, ഇലച്ചാറ് ഒക്കെ കൊടുത്തിട്ടാണ് അവര് മെഡിസിൻസ് അതിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി വരുന്ന ചാപ്റ്ററുകളിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ആ ടൈമില് പറഞ്ഞു തരാം. ഇത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടാ. അപ്പോ അക്ബറിന്റെ പീരീഡിലാണ് യുനാനി മെഡിസിൻ വന്നത്. ഓക്കെ, നമ്മള് ഈ ടോപ്പിക്കിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഏർലി റൂളേഴ്സ്, പഴയ കാല അല്ലെങ്കിൽ ആദ്യകാല ഭരണാധികാരികള് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ രോഗികൾക്ക് എങ്ങനെയാണ് കൊടുത്തിരുന്നത്? പ്രൊവിഷണലായും അല്ലെങ്കിൽ സ്പിരിച്വലായുമായിരുന്നു, താൽക്കാലികമായും ആത്മീയമായുമായിരുന്നു. അത്രയ എന്ന് പറഞ്ഞാൽ ആരാ? ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ഡോക്ടർ ആണ്. ഇനി സുശ്രുത ആൻഡ് ചരക പറഞ്ഞു അല്ലെ. സുശ്രുത എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഫാദർ ഓഫ് സർജറി. പിന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രബന്ധത്തിന്റെ പേരാണ് എന്ത്? സുശ്രുത സംഹിത. പിന്നെ ചരക എന്ന് പറഞ്ഞാല് മെയിൻ കോൺട്രിബ്യൂട്ടർ ഓഫ് ആയുർവേദയാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഡിസർട്ടേഷന്റെ പേരാണ് എന്ത്? ചരക സംഹിത. പിന്നെയുള്ളതൊക്കെ മനസ്സിലായല്ലോ, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ മിസ്? പറയണോ ഇനി ഞാൻ? ഈ പോയിന്റുകളൊക്കെ പറയണോ? വേണ്ടല്ലോ, നമ്മൾ പഠിച്ചത് തന്നെയല്ലേ? ഓക്കെ, ഇനി പറയണത് 17th സെഞ്ചുറി, അടുത്ത കാലഘട്ടമാണ് 17th സെഞ്ചുറി. മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ബൈ അറൈവൽ ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ സൗത്ത് ഇന്ത്യൻ. എന്താണ് പറയുന്നത്? അറൈവലിന്റെ അർത്ഥം എന്താ? അറൈവൽ എന്ന് പറഞ്ഞാൽ എന്താ? വരവ്. വെരി കറക്റ്റ്. അപ്പൊ എന്താണ്? ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോട് കൂടിയാണ് സൗത്ത് ഇന്ത്യയില് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിന്റെ കൺസെപ്റ്റ് വരുന്നത്. എന്താണ് പറഞ്ഞത്? സൗത്ത് ഇന്ത്യയില് ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവോട് കൂടിയിട്ടാണ് മോഡേൺ മെഡിസിൻ എന്ന കോൺസെപ്റ്റ് വരുന്നത്. ക്ലിയർ അല്ല പോയിന്റ്? ഈ സെക്കൻഡ് പോയിന്റ് ആണ് പറയുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് 4 ഹോസ്പിറ്റൽ ഇൻ 1664 in Chennai for its soldiers and in 1668 for civilians. എന്താണ് പറയുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് എന്താണ്? നിർമ്മിച്ചു. എന്ത്? എസ്റ്റാബ്ലിഷ് ചെയ്തു. ഫസ്റ്റ് ഹോസ്പിറ്റൽ ഏതില്? എത്രാമത്തെ അവറില്? 1664 ചെന്നൈയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആർക്ക് വേണ്ടി നിർമ്മിച്ചു? സോൾജേഴ്സിന് വേണ്ടി നിർമ്മിച്ചു. അതുപോലെ 1668 സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ പൗരന്മാർ. വെരി ഗുഡ്, ശരിയാണ്, കറക്റ്റ് ആണ്. പൗരന്മാർ അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് വേണ്ടി 1668 നിർമ്മിച്ചു. എന്ത്? ഫസ്റ്റ് ഹോസ്പിറ്റല് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതുപോലെ 1664 ചെന്നൈയില് സോൾജേഴ്സിന് വേണ്ടി ഹോസ്പിറ്റല് നിർമ്മിച്ചു. ഓക്കെ, ഒന്നുകൂടി പറയാ പോയിന്റ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു ചെന്നൈയില് ഹോസ്പിറ്റല്. ആർക്ക് വേണ്ടി? സോൾജേഴ്സിന് വേണ്ടി നിർമ്മിച്ചു. ഏത് പീരീഡിലാണ്? 1664. അതുപോലെ 1668 സിവിലിയൻസിന്, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചു. കോൺട്രാസ്റ്റ് ഗ്രോത്ത് ഡ്യൂറിംഗ് ദ 18th ആൻഡ് ഏർലി 19th സെഞ്ചുറി. എന്താണ് കോൺട്രാസ്റ്റ്? വ്യത്യാസം വന്നു. 18th ആൻഡ് 19th സെഞ്ചുറിയില് ഒരു വ്യത്യാസം, ഗ്രോത്ത് സംഭവിച്ചു. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട ഇൻ 1835. എന്താണ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത്? എന്നാണ്? കൽക്കട്ടയില് 1835. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം.
നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്മള്. ഇൻട്രൊഡക്ഷൻ പഠിച്ചതാണ്. ഇതിന്റെയൊക്കെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നതാണ്. കോൺട്രാസ്റ്റിന്റെ അർത്ഥം ഗ്രോത്ത്, വ്യത്യാസം ഉണ്ടായി. കോൺട്രാസ്റ്റ് മീൻസ് വ്യത്യാസം. ഇനി ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ സ്ഥാപിച്ചത് 1835. ഇനി രണ്ടാമത്തെ പോയിന്റും ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് മുംബൈയിൽ സ്ഥാപിച്ചത് 1845. അതുപോലെ തന്നെ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ചെന്നൈയിൽ സ്ഥാപിച്ചത് 1850. ആ അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ അത്. ഗ്രോത്ത് സോറി കേട്ടോ, പെട്ടെന്ന് വായിച്ചപ്പോ അതായിപ്പോയതാണ്. ഗ്രോത്ത് ശരിയാണ്. കോൺസ്റ്റന്റ് ഗ്രോത്ത് ആണ് കേട്ടോ, പെട്ടെന്ന് വായിച്ചപ്പോ തെറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോ 18th and 19th സെഞ്ചുറീസിൽ എന്താണ് ഗ്രോത്ത് സംഭവിച്ചു, നിരന്തരമായ ഗ്രോത്ത് ഉണ്ടായി. കോൺസ്റ്റന്റ് ആണ് കേട്ടോ, പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ തെറ്റിയതാണ്. ഇനി മെഡിക്കൽ കോളേജ് കൽക്കട്ടയില് 1835 സ്ഥാപിച്ചു. അതുപോലെ ഈ അടുത്ത പോയിന്റ് മുംബൈ എന്ന് പറയുന്ന പോയിന്റ് ഇതുപോലെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് മുംബൈയിലും 1845 സ്ഥാപിച്ചു. അതുപോലെ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ചെന്നൈയില് 1850 സ്ഥാപിച്ചു. അപ്പൊ ഇനി ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായ? ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഈ അടുത്ത പോയിന്റ് കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടാ. ഓക്കെ, പീരീഡുകൾ കണക്ട് ചെയ്ത് പഠിക്കണേ. ഇനി പറയാൻ പോകുന്നത് അടുത്ത പോയിന്റ് ആണ്. 1885 1250 ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ് ഓൺലി റീച്ചിങ് 10% ഓഫ് പോപ്പുലേഷൻ. എന്താണ് ഡിസ്പെൻസറി? ഇയേഴ്സ് പഠിക്കണം. ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇയർ പഠിക്കണം കേട്ടാ, ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്പെൻസറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔഷധശാലകൾ. ശരിയാണ്. ഔഷധശാലകൾ. അപ്പൊ എന്താണ് പറഞ്ഞത്? 1885 എന്താണ് 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും ഉണ്ടായി. അവിടെ 10% പോപ്പുലേഷൻ വരെ, അത്രയും പോപ്പുലേഷൻ 10% പോപ്പുലേഷന് ചികിത്സ തേടാനുള്ള അത്രയും ഹോസ്പിറ്റലുകളെ ഈ 1885 ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ആ പോയിന്റിൽ പറയുന്നത് കേട്ടോ. 10% പോപ്പുലേഷന് ചികിത്സ തേടുന്നതിനുള്ള ഹോസ്പിറ്റലുകളെ 1885 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഈ 17ാമത്തെ സെഞ്ചുറീസിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ക്രിസ്ത്യൻ മിഷണറീസ് അല്ലെ? സൗത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോട് കൂടിയാണ് മോഡേൺ മെഡിസിൻ എന്ന കൺസെപ്റ്റ്, മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതൊക്കെ ഹോസ്പിറ്റലുകളാണ് സ്ഥാപിച്ചത്? ഫസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് 1864. എവിടെയാണ് സ്ഥാപിച്ചത്? ചെന്നൈയിൽ സ്ഥാപിച്ചു. ആർക്ക് വേണ്ടി? സോൾജേഴ്സിന് വേണ്ടി സ്ഥാപിച്ചു. ഇനി എന്താണ്? സിവിലിയൻസ്, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എത്രാമത്തെ ഇയറിലാണ് ഫസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചത്? 1668 സ്ഥാപിച്ചു. വെരി ഗുഡ്, ശരിയാണ് കേട്ടോ പൂജ. ഇനി കോൺട്രാസ്റ്റ് ട്ടോ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയാണ്, നേരത്തെ ക്ഷമിക്കണം. അപ്പൊ കോൺട്രാസ്റ്റ് ഗ്രോത്ത് അല്ലെ, നിരന്തരമായ ഗ്രോത്ത് 18ലും 19 സെഞ്ചുറീസിലും ഉണ്ടായിരുന്നു. ഇനി ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ വന്നതെന്നായിരുന്നു? 1835. പിന്നെ അടുത്ത പോയിന്റ് കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് മുംബൈയിൽ വന്നത് എത്രാമത്തെ ഇയറിലാണ്? 1845. അതുപോലെ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ചെന്നൈയിൽ വന്നത് എത്രാമത്തെ ഇയറിലാണ്? 1850. ഇനി എന്താണ്?
1885 എന്താണ് 10% പോപ്പുലേഷൻ അല്ലെ 10% ജനങ്ങൾക്ക് ചികിത്സ തേടാനുള്ള ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസുമാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ ആണോ അത്? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ, നമ്മുടെ ചാപ്റ്റർ തീരാൻ പോണെയാണ്. ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ തീർന്നു. ഇനി ഈ എമർജൻസി ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറഞ്ഞില്ലേ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി, പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളൂ കേട്ടോ. ഓക്കെ, എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താ? എമർജൻസി ആവിർഭാവം, ശരിയാണ് കേട്ടാ. ആവിർഭാവം, ശംസീന, ആവിർഭാവം പറഞ്ഞത് ശരിയാണ് കേട്ടോ. അപ്പോ എമർജൻസി എന്ന വാക്കിന്റെ അർത്ഥം ആവിർഭാവം, ഇൻഡിപെൻഡൻസ് അല്ലെ. എന്താണ് ഈ ഇൻഡിപെൻഡൻസിന്റെ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നതിന്റെ സമയത്ത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഹോസ്പിറ്റലിന്റെ ആവിർഭാവം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് നോക്കാം. ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ എന്താണ്? ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1:4000 ആണ് അല്ലെ. 4000 പോപ്പുലേഷൻ അല്ലെങ്കിൽ 4000 ജനങ്ങൾക്ക് ഒരു ബെഡ് എന്ന നിലയിലായിരുന്നു, ഒരു ബെഡ് എന്ന കൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ 4000 ജനങ്ങൾക്ക് അല്ലെങ്കിൽ പോപ്പുലേഷന് ഒരു ബെഡ്, അങ്ങനെയുള്ള കൺസെപ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ എങ്ങനെയായിരുന്നു? ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ എങ്ങനെയായിരുന്നു? 1:6300. അപ്പൊ 6300 ജനങ്ങൾക്ക് ഒരു ഡോക്ടർ, അങ്ങനെയായിരുന്നു ആ റേഷ്യോ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ നേഴ്സ് എങ്ങനെയായിരുന്നു? നേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ എങ്ങനെയായിരുന്നു? 1:40,000. അപ്പൊ 40,000 ജനങ്ങൾക്ക് ഒരു നേഴ്സ് എന്ന റേഷ്യോയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇനി ഡിസ്പാരിറ്റി ഇൻ ഫെസിലിറ്റി ഇൻ അർബൻ ആൻഡ് റൂറൽ. എന്താണ് ഡിസ്പാരിറ്റി? ഡിസ്പാരിറ്റി ഡിസ്പാരിറ്റി അല്ല, വ്യത്യാസം. ഡിസ്പാരിറ്റി മീൻസ് വ്യത്യാസം. അപ്പൊ എന്താണ്? വ്യത്യാസം സംഭവിച്ചു. അർബൻ ആൻഡ് റൂറൽ ഏരിയാസിൽ കുറെ അധികം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായി, വ്യത്യാസങ്ങൾ സംഭവിച്ചു. അറ്റ് ഇൻഡിപെൻഡൻസ് 11,000 ഹോസ്പിറ്റൽ ബെഡ് ആൻഡ് 7,400 ഹോസ്പിറ്റലുകളും വന്നു. ഇൻഡിപെൻഡന്റ് ടൈമില് എന്താണ്? 11,000 ഹോസ്പിറ്റൽ ബെഡുകളും അതുപോലെ തന്നെ 7,400 ഹോസ്പിറ്റൽസും പുതിയതായിട്ട് വന്നു അല്ലെങ്കിൽ ഉടലെടുത്തു. Since past 50 years, concept of today's hospital എന്താണ്? കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരുന്ന കൺസെപ്റ്റുകളാണ് ഇപ്പോഴും ഹോസ്പിറ്റലുകള്. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് വഴിയാണ് ഇപ്പോഴും ഹോസ്പിറ്റലുകള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണോ? വെറുതെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അധികം പഠിക്കാനും ഒന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? പോപ്പുലേഷൻ റേഷ്യോ, ബെഡിന്റെ കാര്യം പറഞ്ഞത് 4000 ജനങ്ങൾക്ക് ഒരു ബെഡ് എന്ന നിലയിലാണ്. അതുപോലെ തന്നെ ഡോക്ടർ 6,300 പോപ്പുലേഷന് ഒരു ഡോക്ടർ, 40,000 പോപ്പുലേഷന് ഒരു നേഴ്സ് എന്ന നിലയിലായിരുന്നു. പിന്നെ അർബണും റൂറൽ ഏരിയാസിലും കുറെ അധികം ഡിസ്പാരിറ്റീസ്, വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചു. പിന്നെ 11,000 ബെഡ്, ഹോസ്പിറ്റൽ ബെഡ്സും 7,400 ഹോസ്പിറ്റലുകളും പുതിയതായിട്ട് ഉണ്ടായി. ഇപ്പോഴുള്ള മറ്റേ 50 ഇയേഴ്സിന് മുമ്പുള്ള കൺസെപ്റ്റ് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്ത് പോരുന്നത് ഹോസ്പിറ്റൽസ്. ഓക്കെ അല്ലേ? സെക്കൻഡ് ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. എളുപ്പല്ലേ ചാപ്റ്റർ? എളുപ്പാണോ? പഠിക്കാൻ പറ്റൂലേ? സംശയങ്ങളുണ്ടോ? ഓക്കെ, നമ്മളിപ്പോ ഇന്ന് പഠിച്ചൊന്ന് റിവൈസ് ചെയ്യാം നമുക്ക്. Yes, ma'am.
ഞാൻ പറയുന്ന ആള് മാത്രം അല്ലെങ്കിൽ ചോദിക്കുന്ന ആള് മാത്രം ആൻസർ ചെയ്യാട്ടോ. അറബിക് ഹോസ്പിറ്റൽ. അതുല്യ മുരളി എന്താണ് പഠിച്ചത് നമ്മള്? അതുല്യ മുരളി അറബിക് ഹോസ്പിറ്റൽ. അറിയണത് പറഞ്ഞാൽ മതി, പേടിക്കണ്ട. ആ മനസ്സിലായത് മാത്രം പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. കിട്ടിയില്ലെങ്കിൽ മിസ് പറഞ്ഞുതരാം. അതുല്യ മുരളി. ശ്യാമ എന്ന് പറഞ്ഞേ. ശ്യാമ കേസ്. അറബിക് ഹോസ്പിറ്റലിന്റെ സമയത്തില്ല റോമൻ മിലിറ്ററി ഹോസ്പിറ്റലും ക്രിസ്ത്യൻ ഹോസ്പിറ്റലും ഉണ്ടായത്. അത് ഓർഗനൈസേഷനിലോ അതുമാതിരി എക്സലൻസിലൊക്കെ വളരെ വ്യത്യാസമായിട്ടായിരിക്കും അറബിക് ഹോസ്പിറ്റലിൽ. വെരി ഗുഡ്. ഇനി ഇന്ത്യൻ ഹോസ്പിറ്റല്. നസീഫ ഇന്ത്യൻ ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ എന്താ പഠിച്ചത്? ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിൽ എഫിഷ്യന്റ് ഹോസ്പിറ്റൽസ് 600 BC-ലാണ് ഇന്ത്യയിൽ ബിൽഡ് ചെയ്തിന്. പിന്നെ കിങ് അശോകന്റെ കാലഘട്ടത്തിലാണ് അത് ഉണ്ടായത്. പിന്നെ ഇന്ത്യൻ ഹോസ്പിറ്റൽസ് മോഡേൺ ഹോസ്പിറ്റലായിട്ട് മാറിന്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റൈസേഷനും പ്രിൻസിപ്പിൾ ഓഫ് സിസേറിയനും ഓപ്പറേറ്റ് ചെയ്ത് ഫോളോ ചെയ്തിട്ട്. പിന്നെ 10 വില്ലേജേഴ്സിന് ഒരു ഡോക്ടർ നിലയിലാണ് അവർ അപ്പോയിന്റ് ചെയ്തത്, ഫിസിഷ്യൻസിനെ നല്ല ഹെൽത്ത് കെയർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ രോഗികൾക്കും അനാഥർക്കും വേണ്ടിയിട്ട് ബുദ്ധ റീജിയണൽ ഹോസ്പിറ്റൽസും കൊണ്ടുവന്നു. ഗുഡ്, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇനി മിഡിൽ ഏജില് സോണിയ ആന്റണി. മിഡിൽ ഏജ് എന്ന് പറഞ്ഞേ. ഏതാണ് മിസ്സേ? മിഡിൽ ഏജ് ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ്. ക്രിസ്ത്യൻ പറഞ്ഞോ. മിഡിൽ ഏജിൽ എന്തൊക്കെയാണ് പഠിച്ചത്? അറിയാവുന്നത് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. മിഡിൽ ഏജിന്റെ കാലഘട്ടം ആയപ്പോഴത്തേക്കിനും പോപ്പ് ഇന്നസെന്റിന്റെ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഹെൽത്ത് എന്താ പറയാ, റിച്ച് ആയിട്ടുള്ള ക്രിസ്ത്യൻസിനോട് അവര് കൂടുതലായിട്ട് അവരെ എൻകറേജ് ചെയ്ത് കൊടുത്തു. അതായത് ഹോസ്പിറ്റലുകൾ ബിൽഡപ്പ് ആകുന്നതിന് വേണ്ടിയിട്ട് എൻകറേജ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലുകൾ ബിൽഡപ്പായി. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു. അതുപോലെ തന്നെ വാണിജ്യവൽക്കരണത്തോടുകൂടി തന്നെ അവർക്ക് ഒരുപാട് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റി. അവർക്ക് ഹോസ്പിറ്റൽ കുറെ കൂടെ മെച്ചപ്പെടുത്തി എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിച്ചു. മെഡിസിൻസും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ സാധിച്ചു. ഓക്കെ. അടുത്തത് റിനൈസൻസ് ഏജ്. അഞ്ജു എന്ന് പറഞ്ഞ റിനൈസൻസ് ഏജ്. വെച്ചോട്ടാ, അഞ്ചു മാത്രം പറഞ്ഞാൽ മതി. അഞ്ജു. അതുല്യ ഉണ്ടോ? അതുല്യ മുരളി. പറഞ്ഞേ. നവോത്ഥാനത്തിന്റെ 14th 16th സെഞ്ചുറീസിലാണ് നവോത്ഥാനം. അതിന്റെ ഒരു 15th സെഞ്ചുറി ആയ സമയത്ത് നല്ലൊരു ഹെൽത്ത് കെയർ ഒക്കെ കൊടുക്കാൻ അടുത്തത് മോഡേൺ പീരീഡ്.
മോഡേൺ പീരീഡ്. അഞ്ചുണ്ടോ? അഞ്ചു എന്ന് പറഞ്ഞേ. ഫർസിനൊന്ന് പറഞ്ഞേ. അമേരിക്കയിലെ ഫിലിപ്പീൻസിൽ അഞ്ചു പറഞ്ഞോ. മോഡേൺ പീരീഡ്. അമേരിക്കയിലെ ഫിലിപ്പീൻസിലെ ഫിലോണിയ ഹോസ്പിറ്റലാണ് ഫസ്റ്റ്. പെൻസിലേനിയ ഹോസ്പിറ്റലാണ് ഫസ്റ്റ് ഇൻകറപ്റ്റഡ് ആയ ഹോസ്പിറ്റലിൽ വന്നത്. ഫസ്റ്റ് വേൾഡ് വാറില് പറഞ്ഞ ഫസ്റ്റ് വേൾഡ് വാറിന്റെ വാർ ഹീറോസ് ഹെൽത്ത് കെയറില് ഗവൺമെന്റ് മാസീവ് ഫസ്റ്റ് ആണ്. ഓക്കെ. ഇനി അടുത്തത് നന്ദിനിയാണ് ട്ടോ അടുത്തത്. എന്താണ് അത്രേയ? നന്ദിനി അത്രേയ. What do you mean by അത്രേയ? നന്ദിനി ഉണ്ടോ? സോണിയ. രാജീവ് ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. സോണിയ സഞ്ജീവ് ഇല്ലേ, അതൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ആൽഫിയ എന്ന് പറഞ്ഞേ. അത്രേയ എന്താണ് പറയുന്നത്? വാട്ട് യു മീൻ ബൈ അത്രേയ? ആൽഫിയ പറയാം മിസ്. പറഞ്ഞു. അത്രയാന്ന് വെച്ചാ തക്ഷശീല സർവകലാശാലയിൽ ജീവിച്ചിരുന്ന ആദ്യത്തെ ഇന്ത്യൻ കേട്ടാ? ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ എന്ന് പറഞ്ഞാലാണ് അത്രേയ. ഓക്കെ. ഇനി അടുത്തത് അമൃതകൃഷ്ണ. സുശ്രുതനെ കുറിച്ചൊന്ന് പറഞ്ഞേ. സുശ്രുത. അമൃതകൃഷ്ണ എന്താ പറഞ്ഞേ? സുശ്രുത എന്താണെന്ന് പറഞ്ഞത്? സുശ്രുതയില് ജിനു എന്ന് പറഞ്ഞേ. ജിനു ടോബിൻ. ഫാദർ ഓഫ് സർജറി. അതുപോലെ തന്നെ ആ സമയത്തുള്ള ഇന്ത്യൻ സർജറിയെ കുറിച്ച് ഒരുപാട് ടെക്നിക്കും അതിന്റെ ഓപ്പറേഷനെ കുറിച്ചും അദ്ദേഹം ഒരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്. ആ പ്രബന്ധത്തിന്റെ പേരാണ് സുശ്രു സംഹിത. ഇന്ത്യൻ സർജറിയെ കുറിച്ച് സുശ്രുത സംഹിതയില് ആ സമയത്തുള്ള ഇന്ത്യൻ സർജറിയെ കുറിച്ച് ആ പുസ്തകത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് അഫ്സ PM. ചരകനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ചരക. അഫ്സ ഉണ്ടോ? അമീന എന്ന് പറഞ്ഞ. ആമീൻ. അമീന. കോൺട്രിബ്യൂട്ടർ ഓഫ് ആയുർവേദ. എങ്ങനെ പറഞ്ഞേ? അതുപോലെ തന്നെ ഏഷ്യൻ ഇന്ത്യയിലെ ലൈഫ് സ്റ്റൈല് ഡെവലപ്പ് ചെയ്ത് സിസ്റ്റം ഓഫ് മെഡിസിനും ലൈഫ് സ്റ്റൈലും ഡെവലപ്പ് ചെയ്തു. അതുപോലെ
പിന്നെന്താ? അദ്ദേഹത്തിന്റെ പ്രബന്ധ ചരക സംഹിതയാണ്. വെരി ഗുഡ്. പിന്നെ ബേസിക് ടെസ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദം. അതായതാണ് ചരക സംഹിത കേട്ടാ. ചരകസംഹിതയാണ്. ഇനി അടുത്തത് 17th സെഞ്ചുറിയിൽ എന്തൊക്കെയാ പറഞ്ഞത് നമ്മള്? അഞ്ജലി PC. സെഞ്ചുറിയില് അഞ്ജലി ഉണ്ടോ? അഞ്ജലി PC പറഞ്ഞോ. അഞ്ജലി PC. അന്ന ജോസഫ് എന്ന് പറഞ്ഞേ. അന്ന എന്ന് പറഞ്ഞേ. 17th സെഞ്ചുറിയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ. പറഞ്ഞോ. മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻസ്. പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 പട്ടാളക്കാർക്ക് വേണ്ടി നിർമ്മിച്ച് ചെന്നൈയില്. സിവിലൻസിന് വേണ്ടി 1668 സാധാരണക്കാർക്ക് വേണ്ടി ഹോസ്പിറ്റൽ നിർമ്മിച്ചു. പിന്നെ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് 1835 കാലിക്കറ്റില്. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ചെന്നൈയില് 1850. മുംബൈയിൽ എപ്പോഴായിരുന്നു ഫസ്റ്റ് മെഡിക്കൽ കോളേജ്? മുംബൈ 1845. ഇനി എന്താണ്? പിന്നെ നിരന്തരമായ മാറ്റം കൊണ്ട് 18th and early 19th സെഞ്ചുറിയില്. പിന്നെ ഔഷധശാലകള് ഹോസ്പിറ്റലുകളും 85 വന്നു. അവിടെ എന്താണ് 10% ഓഫ് പോപ്പുലേഷൻ. ഓക്കെ അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇവരെ ഡൗട്ട്സ് ഉണ്ടോ? ഇതൊന്ന് വായിച്ചു നോക്കിയാ പോയിട്ട് അടുത്തത് എമർജൻസി എന്ന് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞില്ലേ? ബർത്ത് ടു പോപ്പുലേഷൻ റേഷ്യോ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ. താങ്ക് യു മാം. താങ്ക് യു മാം. ഹലോ, ഈ ടെസ്റ്റ് പേപ്പറിന്റെ ആൻസർ തന്നെ എവിടെയാ? ആൻസേഴ്സ് ആരെങ്കിലും പ്രതികരിക്കുമോ? ടെസ്റ്റ് പേപ്പർ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ആ ടെസ്റ്റ് പേപ്പറിന്റെ ആൻസർ വരുന്ന എവിടെയാ മിസ്? അവിടെ തന്നെ ഉണ്ടാവല്ലോ, അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവല്ലോ. ടെസ്റ്റ് പേപ്പർ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓഫീസിൽ ചോദിക്കട്ടെ കേട്ടോ. കൊടുത്തിട്ടില്ല. ചോദിക്കുന്നത് വ്യൂ സ്കോർ നോക്കിയാൽ മതി. ആൻസർ സബ്മിറ്റ് ചെയ്തതിനു ശേഷം വ്യൂ സ്കോർ നോക്കുമ്പോൾ ആൻസർ കാണാമല്ലോ. ഓപ്പൺ ആകുന്നില്ല. ഓപ്പൺ ആയാലും എന്റെ ആൻസർ വരുന്നില്ല. ആൻസർ വ്യൂ സ്കോറിൽ നോക്കിയാലേ വരത്തുള്ളൂ. വ്യൂ സ്കോറിലാ? നമ്മൾ സബ്മിറ്റ് ചെയ്തതിനു ശേഷം വ്യൂ സ്കോർ കാണാം, അവിടെ ക്ലിക്ക് ചെയ്താൽ. സബ്മിറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, സബ്മിറ്റ് ആവണില്ലോ. നമ്മളെ ഇത് കൊടുക്കണം, പാസ്വേഡ് അല്ല മെയിൽ ഐഡി കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമുക്ക് അതില് സബ്മിറ്റ് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് റോങ് ആൻസർ വരികയാണെങ്കിൽ അതിൽ കാണിക്കും കറക്റ്റ് എന്താണ്. പക്ഷെ ആൻസർ നമ്മൾ ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ടില്ല എങ്കിൽ അത് കാണിക്കത്തില്ല. അത് ഓപ്പൺ ജിമെയിൽ ഐ ഡി കൊടുത്താൽ മാത്രമാണ് നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോ അല്ലേ? ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിയുമ്പോ സബ്മിറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ന്യൂസ് സ്കോറിൽ ഞെക്കണം അല്ലേ? അങ്ങനെ തന്നെയാണ്. മെയിൽ ഐ ഡി കൊടുത്തില്ലെങ്കിൽ അത് സബ്മിറ്റ് ആവില്ല. നമുക്ക് സംശയം ചോദിക്കാൻ വേറെ ഗ്രൂപ്പ് ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിൽ ഗ്രൂപ്പ് ക്രിയേറ്റ്